പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ജാരസേവ എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ആപ്പീസുകളെയും തന്നെ അത് ചില സമയങ്ങളിൽ താളം തെറ്റിക്കാറുണ്ട്. അപ്പോൾ ഈ ജാരസേവയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ കിട്ടാത്തത് പുറത്ത് തേടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ ജെന്യൂൻ റീസൺ ഫോർ ജാരസേവ. അപ്പോൾ നമ്മളിതിന് എതിരെയൊക്കെ ഇങ്ങനെ കരുതിയിരിക്കേണ്ടത് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളെ ആളുകളും നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് വാച്ച് ചെയ്യണം. ഈ ജാരസേവ എന്ന് പറയുന്നത് ഏത് സമയവും നമ്മളെയൊക്കെ ഇങ്ങനെ അസ്വസ്ഥരാക്കാം. അപ്പോൾ അത് മുളയിലേ നുള്ളുക എന്നുള്ളത് ജാഗ്രതയോടെ നമ്മൾ കണ്ടാൽ കുടുംബങ്ങൾ തകരാതിരിക്കും, അകാല മരണം സംഭവിക്കാതിരിക്കും, ആരെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലാതിരിക്കും, ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാം. ഈ ജാരസേവ എന്നുള്ളത് ഒരുതരം മൃദുല വികാരമാണ്. ആ സേവ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാശ് പോവും, ആ മാനം പോവും, ജീവൻ വരെ പണയം പോകുന്നൊരവസ്ഥയാണ് ഈ ജാരസേവ. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആകർഷകരായാൽ നമ്മൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തൃപ്തിപ്പെട്ട് അങ്ങ് പോകണം. ഇപ്പോൾ വീട്ടിൽ ഇതിരി കഞ്ഞിയും അച്ചാറും അല്പം കപ്പയൊക്കെ ആണെങ്കിൽ അത് കഴിച്ച് അങ്ങ് തൃപ്തിപ്പെടണം. പൈസ ഉള്ളപ്പം ബീഫും കുഴിമന്തിയും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ബിരിയാണിയും കുഴിമന്തിയും ഇതൊക്കെ കഴിക്കണമെന്ന് മോഹം വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ജാരസേവയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ജാരസേവ എന്ന് പറയുമ്പോൾ ഒരുപാട് പണച്ചിലവുള്ള കാര്യം. നമ്മളെ പോക്കറ്റിരിക്കുന്ന പൈസ പോവും. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് ജാരസേവയിൽ പെട്ട് ജീവിതം നശിച്ച ആളുകൾ. അപ്പോൾ ജാരസേവ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിനെ നമ്മൾ വാച്ച് ചെയ്ത്, ഇങ്ങനെ ഒരു അപകടം വരുന്നുണ്ട്. ഈ മൃദുല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ആകർഷിച്ച് ആ വലയിലാക്കിയാണ് ജാരസേവകർ അവരുടെ പണി നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പൈസ പോവും, അഭിമാനം പോവും, കുടുംബം തകരും, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ വന്ന് തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ജാരസേവ നമ്മൾ നിയന്ത്രിക്കണം. അത് വളരെ അപകടകരമായ ഒരു രീതിയാണ്, അതൊരു ടെൻഡൻസിയാണ്. പ്രകൃതി നമ്മളങ്ങനെ ഒരുപാട് ആകർഷിക്കുന്ന കാര്യങ്ങൾ നമ്മളതിൽ വലയിൽ പെട്ടുപോയാൽ ജാരസേവ പെടും, പണം പോവും, ജീവൻ പോവും, ആരോഗ്യം പോവും. അപ്പോൾ അതുകൊണ്ട് ജാരസേവ ഒഴിവാക്കുക. അപ്പോൾ ജാരസേവയിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളും അതൊക്കെ നമ്മൾ മുളയിലേ നുള്ളണം. ഓഫീസുകളിലും വീടുകളിലും മറ്റിടങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജാരസേവ നമ്മളെയൊക്കെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമസ്കാരം.